ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ വെള്ളരിക്ക ആർട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പോത്തിറച്ചിയും നെയ്ച്ചോറും ആവാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്തെടുത്ത നെയ്യിലേക്ക് നമ്മൾ മസാലക്കൂട്ട് ചേർക്കാം. മസാലക്കൂട്ട് എന്ന് പറയുമ്പോൾ 3 ബേ ലീഫ് ഉണ്ട്, 3 ഏലക്കായ, 4 കരയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്. അത് അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 സവാള സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് കൂടിയിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് അരി 1 ലിറ്റർ വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഉപ്പും ചേർത്ത് 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അരി അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം കുതിർത്ത് വെച്ച അരിയാണല്ലോ. അതോടൊപ്പം തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അത്യാവശ്യം അരമണിക്കൂർ കൊണ്ട് തന്നെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വറുത്ത് വെച്ച് സവാളയും കിസ്മിസും കാഷ്യൂ നട്ടും ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം നെയ്യ് ഒഴിച്ച് മൂടി വയ്ക്കാം. പോത്തിറച്ചി ഇവിടെ ഓൾറെഡി ഉപ്പിട്ട് സവാളയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച് വയ്ക്കുന്ന ബീഫ് കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നെയ്ച്ചോറും പോത്തിറച്ചിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ.